ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ അനീസ് 350. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ തന്നെ പറയാം. എൻ്റെ പേര് അനീസ്, സ്ഥലം കഴക്കൂട്ടാണ്. ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വയോ റൂംസ് റിസപ്ഷൻ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചാനലുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നൈം എന്ന് പറഞ്ഞാൽ അനീസ് 350. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെയും ഈ ഒരു വീഡിയോനെ പറ്റി അറിയുന്നതിന് മുമ്പേ നമുക്ക് വേറെ ആളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി, ക്ലാസിക് 350. ഈ വണ്ടി എടുത്തിട്ട് 2 വർഷമായി. അപ്പോൾ ഈ 2 വർഷത്തെ എൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ അനീഷ് എന്നൊരു വ്യക്തി അനീസ് 350 ഇപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലമായി. ഈ വണ്ടി എടുത്തത് തന്നെ അച്ഛനാണ്. ഇപ്പം ഞാൻ ഈ ഡിപ്ലോമ പഠിക്കുന്ന കാലത്ത് ഒരു 10 ഡേയ്സ് പുറത്തായിരുന്നു. ആ സമയത്താണ് അച്ഛൻ വണ്ടി ബുക്ക് ചെയ്തത്. ആദ്യം ബുക്ക് ചെയ്തത് സ്റ്റാൻഡേർഡാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അച്ഛൻ അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വണ്ടി എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിങ്ങനെ ഷോറൂമിൽ പോയതും ഇങ്ങനെ വണ്ടി ക്ലാസിക് 350 കണ്ട് ഈ ഗൺമെറ്റൽ ഗ്രേ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ആണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ ആദ്യമൊക്കെ ഈ വണ്ടിയുടെ സമയത്ത് നോർമലായിട്ട് എല്ലാവരും പോകുന്ന പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ട്രാവലിംഗ് ആ ഒരു ഇഷ്ടം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കണം എൻ്റെ ഒരു ഫ്രണ്ട് അഭിജിത്തിന് വണ്ടി ഉണ്ടായിരുന്നു, ക്ലാസിക് 350 ആയിരുന്നു അവനും. ഞാൻ എടുക്കുന്നതിന് ഒരു 3 മാസത്തിന് മുമ്പെയാണ് വണ്ടി എടുത്തത്. അപ്പോൾ അവനും ആ ടൈമിൽ ട്രാവലിംഗ് എന്നുള്ളൊരു മൈൻഡ്, അവനും ജോലിക്ക് പോകും തിരിച്ചു വരും, അങ്ങനെ ഉള്ളായിരുന്നുള്ളൂ ആ ട്രിപ്പ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അഭിജിത്തിന് ഒരു ഫണ്ണി ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ആ ആക്സിഡൻറ്റിൽ ഒരുപാട് പേര് അവനെ കളിയാക്കി. എൻ്റെ ഓൾമോസ്റ്റ് ബുള്ളറ്റ് പണിയാണെന്നുള്ള എന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് ഇതുവരെ ഒന്നും പണിയൊന്നുമില്ല. ഓൾമോസ്റ്റ് എൻ്റെ വണ്ടിയെപ്പറ്റി കുറ്റം പറയണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനും അഭിജിത്തും വിചാരിച്ച് ഒരു 2 ഡേ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ഡേ ട്രിപ്പ് ചൂസ് ചെയ്ത് ഇടുക്കി എന്നുള്ള സ്ഥലത്താണ് നമ്മൾ പോയത്. അപ്പോൾ ആ ഒരു 2 ദിവസത്തെ ട്രിപ്പ് പോയി. അപ്പോൾ ആ ട്രിപ്പ് എന്ന് വെച്ചാൽ നോർമലി നമ്മൾ പോകുമ്പോൾ പോലെ കുറച്ച് സൈറ്റ് സീനിങ് ആണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ആ ട്രിപ്പ് കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് വന്നതും ആ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തായിരുന്നു. നോർമലി വണ്ടിക്ക് പോകുന്ന വീഡിയോസും കുറച്ച് സ്ഥലത്തുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ട് അതിൻ്റെ ഒരു മെമ്മറീസും ആ ട്രിപ്പ് പോയ ഒരു പോസിറ്റീവ് വൈബ്സൊക്കെ എന്നെ ഒരുപാട് എന്ത് പറയാനാണ്, ആ ഒരു ഇങ്ങനെ നമുക്ക് എന്തുകൊണ്ട് ഈ ട്രാവലിംഗ് പാഷനാക്കി എടുത്തുകൂടാ, ഓരോ സ്ഥലത്ത് പോയി അതിൻ്റെ ഒരു എക്സ്പീരിയൻസൊക്കെ. നമുക്ക് ജീവിതം കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഉള്ള ജീവിതം ഈ ട്രാവലിംഗ് വച്ച് എൻജോയ് ചെയ്യാനെന്നുള്ള ഒരു ആ മൈൻഡ് സെറ്റ് എനിക്ക് ആ സമയത്ത് ആയി തുടങ്ങിയായിരുന്നു. ആ ഒരു 2 ഡേ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ജോലിയായിട്ടൊക്കെ ഞാൻ കുറച്ച് തിരക്കായി. കാരണം അഭിജിത്തും കുറച്ച് തിരക്കെന്ന് പറയാൻ പറ്റില്ല. അഭിജിത്തും ജോലി തിരക്കിലായിരുന്നാലും അവൻ ശനി ഞായറൊക്കെ ട്രിപ്പ് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി അഭിജിത്തിനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് കിട്ടി. അപ്പോൾ അഭിജിത്തിൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ എനിക്കും ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു മെയിൻ പേടി, എൻ്റെ ഉള്ളിലൊരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹൈറ്റ് കുറവാണ്, എന്ന് വെച്ചാൽ ഒരു വെയിറ്റ് കുറവായതുകൊണ്ട് എനിക്ക് ബുള്ളറ്റ് എടുത്ത് ഇവർ ചെയ്യും പോലെ കുറച്ച് അഡ്വഞ്ചർ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇടയ്ക്ക് ഇവരായിട്ടൊരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു, കേരള ടു ചിക്മംഗ്ലൂർ. അപ്പോൾ ചിക്മംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം ഓഫ് റോഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവന്മാർ കയറി പോകുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പേടി, വയ്യോ മറിഞ്ഞടിച്ചൊന്ന് വീണ് കഴിഞ്ഞാൽ എനിക്കിനി വൈകിക്കണം തൊലിഞ്ഞ് വയാണെന്ന് പറഞ്ഞുള്ള രീതിക്കായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം കപ്പ് ഇട്ടിട്ടുണ്ട്, 2-3 വട്ടമൊക്കെ ഞാൻ വീണിട്ടുണ്ട്. അങ്ങനെ വീണ് ആ എൻ്റെ ഉള്ളിലെ ആ ഒരു പേടി എനിക്ക് മാറിക്കിട്ടിയത് ആ ഒരു ട്രിപ്പോടുകൂടി എനിക്ക് മാറിക്കിട്ടത്. ഒരു ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അഡ്വഞ്ചറായിട്ട് കുറച്ച് 4-5 ട്രിപ്പ് പോയി തുടങ്ങി. നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓഫ് റോഡാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെല്ലാവരെയും ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് നമുക്ക് ഓൺ റോഡിൽ കളിക്കാനല്ല കുറച്ച് ഓഫ് റോഡ് പോകാനാണ് ഇഷ്ടം. അങ്ങനെ ഓഫ് റോഡ് പോയി തുടങ്ങി. ഇപ്പം നമ്മൾ 5 പേരിലൊരു ടീം ഉണ്ടാക്കി. ആ ടീമിൻ്റെ പേരാണ് മാഡ് ഓഫ് റോഡേഴ്സ് എന്ന് പറഞ്ഞ ടീം. അപ്പോൾ നമ്മൾ മാഡ് ഓഫ് റോഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ നമ്മൾ മെയിനായിട്ട് സ്ഥലങ്ങളാണ് അല്ല പോകുന്നത്, അവിടത്തുള്ള ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറച്ച് ട്രിപ്സൊക്കെ പോയി തുടങ്ങി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ഇടുക. കുറച്ച് ഫാൻറ്റസി ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അഡ്വഞ്ചർസ് വീഡിയോസും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് റീസെൻ്റ്ലി നമ്മൾ ഇപ്പോൾ ഒരു ട്രിപ്പ് പോയായിരുന്നു, ഇടുക്കിയിൽ ട്രിപ്പ് പോയായിരുന്നു. അപ്പം അവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നത് ഈ ഫാൻറ്റസി ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോസ് ഇടുന്ന ടൈമിൽ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ചേട്ടാ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് വീഡിയോ ഇട്ടൂടെ, കുറച്ച് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് വീഡിയോ ഇട്ടൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് പേരെൻ്റെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തുകൂടെ ബ്രോ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്, എൻ്റെ ഉള്ളിൽ തുടങ്ങണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ഒരു നാണക്കേടും, അപ്പോൾ എങ്ങനെ തുടങ്ങണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ആ ഒരു മൈൻഡ് ഈ ഒരു ഇതായതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കുറച്ചൊന്ന് ബാക്ക്വേർഡ് ആയത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ 5 പേരും ഡിസ്കസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ളൊരു സ്റ്റാർട്ടപ്പുമായി. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു ട്രാവലിംഗ് ബേസ്ഡ് പോകണോ അതോ ഒരു വണ്ടി റിവ്യൂ ബേസ്ഡ് പോകണോ എന്നിങ്ങനെ കുറേ ആലോചിച്ചു. അപ്പം വേണ്ട, എല്ലാവർക്കും ഒരു സ്റ്റൈലില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്ന സ്ഥലം ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ എൻ്റെ ഇൻസ്റ്റയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഓഫ് റോഡ് സ്ഥലങ്ങളും കാര്യങ്ങളും വെച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ട്രിപ്പ് പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത എൻ്റെ ഒരു വീഡിയോ എന്തിടണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇപ്പം നെക്സ്റ്റ് ട്രിപ്പ് ഇപ്പം എന്തായാലും ഓൾറെഡി ഇപ്പം ഇല്ല.
അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എന്ത് വീഡിയോ ചെയ്യാമെന്ന് ഞാനിങ്ങനെ കൺഫ്യൂസ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ വണ്ടി തന്നെ ഞാൻ റിവ്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ വണ്ടി 2 കൊല്ലത്തിൽ ഞാൻ ഇത്രയും ട്രിപ്പ് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതിൻ്റെ മെയിൻ്റനൻസും എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നു അതിൻ്റെ ഒരു മെറിറ്റ്സും ഡീമെറിറ്റ്സും വെച്ചൊരു നെക്സ്റ്റ് വീഡിയോ എൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ മെയിനായിട്ടും പറയാം, ഇത് വലിയൊരു റിവ്യൂ ആയിട്ടൊന്നും ആരും എക്സ്പെക്ട് ചെയ്യേണ്ടതിൻ്റെയെന്ന്. ഞാൻ ഇത്രയും ഓഫ് റോഡ് പോയിട്ടുള്ള സ്ഥലത്ത് എന്തൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയും എൻ്റെ ഒരു എനിക്ക് ഈ വണ്ടി കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ സപ്പോർട്ടും എൻ്റെ ചാനലിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നത് വരെ ബൈ ബൈ.